അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്, ദുൽഹിജ്ജ മാസത്തെക്കുറിച്ചിട്ട്. ഒരു സത്യം പറയട്ടെ, എന്താണെന്നറിയോ, ഈ ദുൽഹിജ്ജ മാസപ്പിറവി കണ്ടു എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ മാരിബിയായി, ആ മാരിബിക്ക് മാസപ്പിറവി ദൃശ്യമായി. ആ ഒരു ടൈം മുതൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു അമലുണ്ട്. ആ ഒരു അമലും അതേപോലെ തന്നെ നമ്മുടെ ദുൽഹിജ്ജ 10ൻ്റെ ഉള്ളിലായിട്ട് ചൊല്ലി തീർക്കാൻ കഴിയുകയാണെങ്കിൽ ജീവിതത്തിൽ അസാധ്യമായിട്ടുള്ള ഒന്നും ഉണ്ടാകില്ല, സാധ്യമല്ലാത്ത ഒന്നും ഉണ്ടാകില്ല. അത്രയും ഫലവത്തായിട്ടുള്ള ഒരു അമലും ഈ ഒരു വനിതാ നിലാവ് ഖുറാനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിലൂടെ നമുക്ക് വേഗത്തിൽ തന്നെ ഒന്ന് നോക്കി വന്നാലോ? ഇൻഷാ അല്ലാ, ഉറപ്പായിട്ടും ഒരു കാര്യം പറയാണ്, ആയിരങ്ങളുടെ അനുഭവമാണിത്. ഈ ഒരു അനുഭവം കണക്കിലെടുത്ത് നിങ്ങളിതിൻ്റെ മഹത്വം മനസ്സിലാക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മാസത്തിൻ്റെ പോരിശ കൊണ്ട് ഇൻഷാ അല്ലാ നിങ്ങളുടെ ജീവിതം വിജയിക്കുക തന്നെ ചെയ്യും. ഈ മാസം വരുമ്പോൾ മനസ്സിന് തന്നെ ഒരു പ്രത്യേക സമാധാനമാണ്. കാരണം ഇത് സാധാരണ ദിവസങ്ങളല്ല, വളരെ ബറക്കത്തുള്ള ദിവസങ്ങളാണ്. പലർക്കും ദുൽഹിജ്ജ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ബലിപെരുന്നാളായിരിക്കും അല്ലേ? പക്ഷെ അതിനേക്കാൾ വലിയ പ്രത്യേകത ഈ മാസത്തിനുണ്ട്. ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിവസങ്ങൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന നല്ല അമലുകളുണ്ടല്ലോ, അതിന് വലിയ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങൾ നമുക്ക് കിട്ടുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എത്ര സങ്കടങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹുവിലേക്ക് തിരിഞ്ഞു പോകാൻ പറ്റുന്ന ഒരവസരം വീണ്ടും നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഈ ദിവസങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പല ഉമ്മമാരും പറയാറുണ്ട് കേട്ടോ, മനസ്സിനൊരു സമാധാനമില്ല, വീട്ടിൽ പ്രശ്നങ്ങളാണ് മോളെ, മക്കളെ ഓർത്തിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ. അങ്ങനെ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമ്മളെ ചുറ്റുമുണ്ട്. ചിലപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും അല്ലേ? പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അള്ളാഹു ഒരാളുടെയും കണ്ണീര് വെറുതെ ആക്കൂല അല്ലേ? നമ്മൾ രാത്രിയിൽ കരഞ്ഞു പറഞ്ഞ ദുആ ആരും കേൾക്കാതിരുന്നാലും അള്ളാഹ് അത് കേൾക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ദുൽഹിജ്ജ ദിവസങ്ങളിൽ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. കൂടുതൽ ദുആ ചെയ്തുകൊണ്ട്, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട്, സലാത്ത് ചൊല്ലിക്കൊണ്ട്, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്, കഴിയുന്നവർ നോമ്പും നോൽക്കുക. പ്രത്യേകിച്ച് അറഫ ദിവസമൊക്കെ ആകുമ്പോൾ ആ ദിവസം നമ്മൾ ഒരിക്കലും വിട്ടുകളയരുത്. വളരെ മഹത്തമായിട്ടുള്ള ദിവസങ്ങളാണ് അത്. ദുആകൾ കൂടുതലായിട്ട് ചെയ്യേണ്ട ദിവസം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ കൽപ്പന വന്നപ്പോൾ എത്ര വലിയ പരീക്ഷണമാണെങ്കിലും അദ്ദേഹം ക്ഷമിച്ചിട്ടുണ്ട്. അവസാനം എന്തുണ്ടായി? അള്ളാഹു അദ്ദേഹത്തെ കൈവിട്ടില്ല. അതിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വന്നാലും റബ്ബിലുള്ള വിശ്വാസം നമ്മൾ വിട്ടുകളയരുത് എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, എത്ര ദുആ ചെയ്തു, ഇനി ഫലം കണ്ടിട്ടില്ലല്ലോ എന്നുള്ളത്. പക്ഷേ അള്ളാഹു വൈകിപ്പിച്ചാലും ഏറ്റവും നല്ല സമയത്ത് തന്നെയാണ് നമുക്കത് തിരിച്ചു തരിക അല്ലേ? അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നിരാശരാകരുത്, ദുആ നിർത്തുകയും ചെയ്യരുത്. ഈ ദിവസങ്ങളിൽ ഫജ്റിന് ശേഷം ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഇസ്തിഗ്ഫാറിനെ ഒരു 100 തവണയെങ്കിലും നമ്മൾ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. വീട്ടുപണി ചെയ്യുമ്പോഴും നമുക്ക് ദിക്റുകളൊക്കെ ചൊല്ലാറ്റില്ലേ? അള്ളാഹുവിനെ ഓർക്കാൻ വലിയ സമയം വേണമെന്നൊന്നുമില്ല, നല്ല കുറച്ച് സമയമെടുക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ മാത്രം മതി. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന അമല് വളരെ എളുപ്പമായിട്ടുള്ള ഒരു അമലാണ്. ദുൽഹിജ്ജ 1 മുതൽ 10 വരെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫലം കിട്ടും എന്നുള്ളത് തീർച്ചയാണ്. മനസ്സിന് സമാധാനം കിട്ടാനും അള്ളാഹിനോട് കൂടുതൽ അടുത്താകാനും സഹായിക്കുന്ന ഒരു അമലാണിത്. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കേൾക്കാം. കാരണം ഓരോ കാര്യവും മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭംഗിയും ഫലവും കൂടുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കും ഫ്രണ്ട്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഒരാളിന് ഉപകാരം കിട്ടിയാലും അതും വലിയൊരു നന്മ തന്നെയാണ്. ഞാൻ ഈ ഒരു അമലിനെ പറഞ്ഞു കൊടുത്ത് അതൊരാൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലവും കിട്ടുകയാണെങ്കിൽ ഇൻഷാ അള്ളാ അതിൻ്റെ ഫലം നമുക്കൊക്കെ റബ്ബ് സുബ്ഹാനഹു തആല നൽകും. ഇതുവരെ വനിതാ നിലാവ് ഖുറാനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാട്ടില്ലേ? ഇനിയും ഇത്തരത്തിലുള്ള ഇസ്ലാമിക അറിവുകളും ദുആകളും അമലുകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അത് വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതുമായിരിക്കും. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണേ. അള്ളാഹു നമ്മുടെ വീടുകളിൽ ബറക്കത്ത് നിറക്കട്ടെ, സങ്കടങ്ങൾ മാറ്റി സമാധാനം നൽകട്ടെ. ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് മക്കൾക്ക് നല്ല വഴിത്തിരിവ് നൽകട്ടെ. രോഗികൾക്ക് റബ്ബ് സുബ്ഹാനഹു തആല ശിഫ നൽകട്ടെ. കടബാധ്യത ഉള്ളവർക്ക് റബ്ബ് സുബ്ഹാനഹു തആല ആശ്വാസം നൽകട്ടെ.
ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തൊരു പ്രശ്നമാണെങ്കിലും ഈ ഒരു അമലിനെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ മതിയില്ലേ. ഒരു കാര്യം കൂടെ ഞങ്ങളോട് പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് ഈ ഒരു അമലിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും പ്രത്യേകമാക്കപ്പെട്ടിട്ടുള്ള അമലുകൾ വേണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ജീവിതത്തിൽ ചില സമയത്ത് ആരുമില്ലാത്ത പോലെ നമുക്ക് തോന്നലില്ലേ. ഒരുപാട് ആളുകൾക്കിടയിൽ നിൽക്കുമ്പോഴും എൻ്റെ മനസ്സ് ഒറ്റപ്പെട്ടിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. പുറത്ത് ചിരിച്ചാലും ഉള്ളിൽ കരയുന്ന ഒരുപാട് ആളുകളുണ്ടല്ലേ. ചില ഉമ്മമാർ കുട്ടികളെ ഓർത്ത് കരയുന്നുണ്ട്. ചില കുട്ടികൾ വീട്ടിലെ അവസ്ഥ ഓർത്ത് ഉറങ്ങാതെ കിടക്കുന്നുണ്ട്. ചിലർക്ക് രോഗമുണ്ട്, ചിലർക്ക് കടമുണ്ട്, ചിലർക്ക് മനസ്സമാധാനമല്ല. അങ്ങനെയുള്ള സമയത്താണ് ദിക്റുകൾ നമ്മളെ പിടിച്ചു നിർത്തുന്നത്. കാരണം ദിക്ർ എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഓർക്കലാണ്, റബ്ബിനോട് അടുക്കലാണ്. മനസ്സാകെ തകർന്ന സമയത്ത് ഈ ഒരു ദിക്റിനെ നമ്മളൊന്ന് പറഞ്ഞു നോക്കണം. എന്താണെന്നറിയോ? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ദുൽഹിജ്ജ 1 ആണെന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു അമലിനെ നിയ്യത്ത് വെക്കാം. 16,666 തവണ ഈ ഒരു അമലിനെ നിങ്ങൾക്ക് നിയ്യത്ത് വെച്ചിട്ട് ചൊല്ലാൻ കഴിയുകയാണെങ്കിൽ, എന്നേക്കുമായി ജീവിച്ചിരിക്കുന്നവനെ, എല്ലാം നിയന്ത്രിക്കുന്നവനെ, നിൻ്റെ കരുണ കൊണ്ട് ഞാൻ സഹായം തേടുന്നു. ഇൻഷാ അല്ലാ ഈ ഒരു ദിക്റിൻ്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ഈ ദിക്ർ വെറുതെ ഒരു വാക്കല്ലേ, ഒരടിമയുടെ പൂർണ്ണ പ്രതീക്ഷയാണ്. യാ അല്ലാ എനിക്ക് കഴിയുന്നില്ല, നീ സഹായിക്കണം. ഇതാണ് നമ്മൾ ഈ ഒരു അമൽ കൊണ്ട് റബ്ബിനോട് ചോദിക്കുന്നത് എന്ന മനസ്സോടെയാണ് നമ്മൾ ഈ ഒരു ദിക്റിനെ ചൊല്ലുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് മനസ്സാകെ ഭാരം തോന്നുമ്പോൾ, വീട്ടിലുള്ള പ്രശ്നങ്ങൾ കൂടുമ്പോൾ, ഉള്ളിൽ പേടി നിറയുമ്പോൾ ഈ ദിക്ർ ആവർത്തിച്ചൊന്ന് ചൊല്ലി നോക്കിയൊക്കെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ഈ ദുആ പറയുമായിരുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് ഒരു ആശ്വാസം തോന്നണില്ലേ. കാരണം റബ്ബിനെ വിളിക്കുന്ന ഹൃദയം ഒരിക്കലും ശൂന്യമായിട്ട് പോകൂല. പിന്നെ മറ്റൊരു ചെറിയ കാര്യം കൂടെ പറയാം. ദിക്ർ പറയുമ്പോൾ വേഗം തീർക്കാൻ വേണ്ടിയിട്ട് പറയരുത്. ഹൃദയത്തോടുകൂടെ, നല്ല മനസ്സോടുകൂടെ അർത്ഥം മനസ്സിലാക്കി പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. യാ അല്ലാ ഞാൻ നിന്നെയാണ് വിളിക്കുന്നത് എന്നൊരു ഫീല് നമുക്ക് മനസ്സിൽ വരണം. അപ്പോൾ ദിക്ർ ഒരു വേറിട്ട മധുരം കിട്ടും. രാവിലെ എഴുന്നേറ്റ ഉടനെ കുറച്ച് ദിക്റുകൾ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ദിക്റുകൾ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വസ്ത്രം അടക്കുമ്പോൾ, വീട്ടുപണികൾ ചെയ്യുമ്പോൾ, ഈ സമയങ്ങളിലൊക്കെ നമുക്ക് ദിക്റുകൾ ചൊല്ലാം. സ്വലാത്തുകൾ ചൊല്ലുമ്പോൾ ദിക്ർ പറയാൻ പ്രത്യേക സമയം വേണമെന്നൊന്നുമില്ല അല്ലേ. നാവിൽ ദിക്ർ വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ബറക്കത്ത് വരും, മനസ്സിന് സമാധാനം വരും, ഉള്ളിലെ ടെൻഷൻ കുറയുകയും ചെയ്യും. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുന്ന ആളുകൾക്ക് ഉള്ളിൽ ഒരു പ്രത്യേക സമാധാനം ഉണ്ടാകും. കാരണം അവരുടെ ഭാരം അവർ റബ്ബിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നം വന്നാലും നമ്മൾ ദിക്റിനെ വിട്ട് കളയാതിരിക്കുക, ദുആ നിർത്തുകയും ചെയ്യാതിരിക്കുക. പ്രതീക്ഷ ഒരിക്കലും നമ്മൾ കൈവിട്ട് കളയാതിരിക്കുക. അള്ളാഹു വൈകിപ്പിച്ചാലും ഏറ്റവും നല്ലത് തന്നെയാണ് റബ്ബ് നമുക്ക് തിരിച്ചു നൽകുക. അള്ളാഹു നമ്മളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകട്ടെ, വീടുകൾക്ക് സന്തോഷവും ബറക്കത്തും നൽകട്ടെ, സങ്കടങ്ങളെല്ലാം മാറ്റിത്തരട്ടെ. അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുകയാണ്. നമ്മുടെ ഈ ഒരു ദുൽഹിജ്ജ 1 മുതൽ 10 വരെ നമ്മുടെ സൂറത്തുൽ ഫജ്ർ ഉണ്ടല്ലോ, ഈ സൂറത്തുൽ ഫജ്റിനെ നമ്മൾ മുടങ്ങാതെ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറില്ലേ. നമ്മുടെ വീടുകളിൽ ഈ ഒരു സൂറത്തിനെ പതിവാക്കിയിട്ടുണ്ടെങ്കിൽ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ മാസപ്പിറവി കണ്ടു എന്ന് അനൗൺസ് ചെയ്യുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ ടൈം മുതൽ നിങ്ങൾ ദുൽഹിജ്ജ 10 വരെ മുടങ്ങാതെ ഓതുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് ഒരു ബറക്കത്ത് നിങ്ങളുടെ ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു തആല ഇട്ട് നൽകും. ജീവിതത്തിൽ മനസ്സിനൊരു മൂടിക്കെട്ടിക്കൊണ്ട് ഇരിക്കുന്നൊരവസ്ഥയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ റബ്ബ് സുബ്ഹാനഹു തആല ഈ സൂറത്തുൽ ഫജ്റിനെ കൊണ്ട് സഹായിക്കുക എന്നതായിരിക്കും. അപ്പോൾ ഈ 2 അമലുകളും നിങ്ങൾ മറക്കാതെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കട്ടെ. നിങ്ങളും നിങ്ങളുടെ വിലപ്പെട്ട ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാറില്ലേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ അൽഹംദുലില്ലാ അല്ലെങ്കിൽ ഒരു ആമീൻ എങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തിടുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല ഖൈറിലും ബറക്കത്തിലും ആക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.